ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കന്, ബർഗർ എല്ലാം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ അത് നന്നായി വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വേറെ 2 വീഡിയോസും കൂടെ ഇട്ടിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം. അപ്പോൾ നമുക്കിനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് പിന്നെ നല്ല വൈറ്റ് കളറുള്ള കിഴങ്ങാണ് അതിന് വേണ്ടത്. ഇതേപോലെ പിന്നെ വേറൊരു കിഴങ്ങുണ്ട്, അത് ലൈറ്റ് ഒരു മഞ്ഞ കളറായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നല്ല കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഇതെടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് തിന്നായിട്ടും കട്ട് ചെയ്യരുത്, ഒരുപാട് എന്താ പറയുക കട്ടിയിലും വേണ്ട, ഒരു മീഡിയം അളവിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഇട്ടിട്ട് കഴുകാം. പിന്നെ ഇത് ഒരുപാട് കുറച്ചധികം ഉണ്ടാക്കി വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിലല്ല, ഒരു ഡപ്പയിലിട്ടിട്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ വെക്കാം. എന്നിട്ട് ആവശ്യമാകുമ്പോൾ എടുത്ത് പൊരിച്ചാൽ മതി. ഇനി ഇങ്ങനെ നന്നായി ഒന്ന് കഴുകി വെള്ളം ഊറ്റിക്കളയാം. ഒരു 1-2 പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴുകി ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന അളവിന് വെള്ളം വെച്ചാൽ മതി. എന്നിട്ട് വെള്ളം നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഈ കിഴങ്ങ് അതിലിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം അതിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് സമയം ഇതുപോലെ വേവിച്ചാൽ മതി കേട്ടോ. വേവൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് നമുക്ക് പിന്നെ അതിൽ നിന്നത് കോരിയെടുക്കാം. അപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു കോരി ഒരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം വാരാൻ. ഇതുപോലെ എല്ലാം കോരിയെടുക്കാം. അപ്പോൾ കോരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തട്ടെടുത്ത് അതിൻ്റെ മേലെ ഞാനിപ്പോൾ ഒരു വൈറ്റ് തുണിയാണ്, വൃത്തിയുള്ള തുണി വിരിച്ചിട്ട് അതിലേക്ക് നിങ്ങളുടെ അടുത്ത് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. ഇപ്പോൾ ഈ കിഴങ്ങ് അതിലേക്കിട്ട് ഒന്ന് നന്നായി വെള്ളമൊക്കെ തുടച്ചെടുക്കണം. ഇങ്ങനെ പരത്തിയിട്ടിട്ട് നമുക്ക് ഈ തുണീൻ്റെ ഒരു തല ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്കതിൽ തുടച്ചെടുക്കാം. ഇതുപോലെ അതിൽ വെള്ളത്തിൻ്റെ നനവെല്ലാം ഒപ്പിയെടുക്കണം. അപ്പോൾ നമ്മളിതൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് തന്നെ ഉണ്ട്, അതിൽ കറക്റ്റായിട്ടുണ്ട്. ഒന്ന് അങ്ങനെ കുലുക്കിയാൽ മതി, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലാണ് നന്നായിട്ടുണ്ടാവുക വെളിച്ചെണ്ണേക്കാളും. അപ്പോൾ ഇത് നല്ല പൊരിച്ചെടുക്കാൻ നല്ലത് ഓയിലാണ്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ കിഴങ്ങ് ഇട്ട് കൊടുക്കാം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്കത് നല്ല മുരിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ കുറച്ച് ചെറുതായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിൽ നിന്നത് കോരി മാറ്റാം. പിന്നെ ബാക്കിയുള്ളതും അതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് കോരിയെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇനി ഞാൻ അടുത്തത് ഒരു വീഡിയോ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അത് കറിവേപ്പില നമുക്ക് മാസങ്ങളോളം ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു നീർദോശ ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കോരി മാറ്റിയിട്ട് എല്ലാം പൊരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വിതറി കൊടുക്കാം. ഇതുപോലെ എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഇതുപോലെ കുടഞ്ഞെടുത്താൽ മതി, എല്ലാ സ്ഥലത്തും ആയിക്കോളും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഡപ്പ എടുത്തിട്ടുണ്ട്. അതിലൊരു പേപ്പർ വിരിച്ച് കൊടുക്കാം. വൈറ്റ് പേപ്പർ, നിങ്ങളടുത്ത് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില വെച്ച് കൊടുക്കാം. നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഒരുപാട് നാൾ ഫ്രഷായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കൊന്നും ഇവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ ഇതുപോലെ എടുത്ത് വെക്കലാണ്. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒരു പേപ്പർ വെച്ച് മേലെ കുറച്ചും കൂടെ ഇല വെച്ചിട്ട് മേലെ ഒരു പേപ്പർ വെച്ച് ഇതുപോലെ മൂടി വെച്ചാൽ അതിൽ നിന്നൊരു വിയർപ്പുണ്ട്, അത് ഇലയിൽ തട്ടുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇങ്ങനെ ആകുമ്പോൾ ആ പേപ്പർ വെള്ളമൊക്കെ വലിച്ചെടുക്കുമ്പോൾ കറിവേപ്പില നല്ല ഫ്രഷായിട്ട് അങ്ങനെ ഉണ്ടാവും. നമ്മൾ മരത്തുനിന്ന് പറിക്കണ പോലെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കാം. ഇനി നീർദോശ ഉണ്ടാക്കുന്നത്, അതായത് നമ്മളെ വെള്ളപ്പം, അത് ഇതുപോലെ മുങ്ങിക്കിടക്കണ അരി മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. തരിയില്ലാതെ അരച്ചാലാണ് അപ്പം നന്നായി വരുള്ളൂ കേട്ടോ. എന്നിട്ട് അരച്ചിട്ട് അതുപോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ മാവ് പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി, നീർദോശ എന്ന് പറയുന്നതിന് ഇതിൽ നിറയെ വെള്ളം ഒഴിക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് ഉപ്പിട്ടത് ഞാൻ കാണിക്കാൻ മറന്നതാണ് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇനി ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് നേരം, ഒരു 30 സെക്കൻഡ് മതി കേട്ടോ. എടുത്ത് നമുക്ക് വേവായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ നന്നായി വന്നിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
അപ്പോൾ നാളെ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.